പണ്ടേത്തുള്ള തിരുവാര ചിട്ടകളൊന്നും ഇപ്പൊ ഒന്നുമില്ല. അതെ അതെ, ഇപ്പൊ എല്ലാം മാറി മറിഞ്ഞു. അതെ, മാറി മറിഞ്ഞു. ഭക്ഷണം കഴിക്കൽ ഇപ്പൊ നിർത്തിയിട്ടില്ല. എന്താ വെച്ചാലേ വിറകി ഇത്, പിന്നെ പുഴുക്കുണ്ടാക്കല്, പിന്നെ ഗോതമ്പറവ്, അതൊക്കെ എപ്പോഴും തുറന്നു പോകുന്നുണ്ട്. പഴനുറുക്ക് അതൊക്കെ എപ്പോഴും ഉണ്ട് കേട്ടോ. പിന്നെ പാതിരാപ്പൂ ചൂടും ചിലവരൊക്കെ ചെയ്യും. കുട്ടിക്കാലം ഓർമ്മ വരികയാണ്. അമ്മ ചൂടിയാണോ പാതിരാപ്പൂ? എന്റെ പുത്തൻ തിരുവാര ഗംഭീരാക്കിയിട്ടുണ്ട് മുത്തശ്ശിയുള്ള കാലത്ത്. കണ്ടിട്ടില്ല കേട്ടോ. ആ ശരിയാ, അതമ്മക്ക് കാണാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടില്ല. അതമ്മക്ക് കാണാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടില്ല. എന്താ അറിയാ, 108 വെറ്റില നമുക്ക് തിന്നണം. അത് നേദിക്കണം. വെറ്റിലൊക്കെ നേദിച്ചിട്ടാണ് കഴിക്കുക. അപ്പൊ അത് നമ്മള് തിരുവാര നാള് കഴിയുമ്പോഴേക്ക് എന്നിപ്പോ 8 മണിക്ക് തുടങ്ങില്ലേ, പിറ്റേ ദിവസം സമയമാകുമ്പോഴേക്ക് എത്ര 9 വൈകുന്നേരം 5 മണി വരെ അത്ര നാളെ. അപ്പൊ അപ്പോഴേക്ക് ഇതൊക്കെ തിന്ന് തീർക്കണം. വായൊക്കെ ഒരു പരുവത്തിലാവും, മരമരാനിരിക്കും. ഈ 108 കഴിക്കണം. 108. പിന്നെ ഭർത്താക്കന്മാർക്ക് വേണമെങ്കിൽ കൂട്ടത്തിൽ കൂടെ. ഞാൻ എന്ത് ചെയ്തു അറിയോ, എനിക്ക് ഇപ്പോഴും ഓർമ്മ ഒരു തിരുവാര വരുമ്പോ ഒരു വിഷമാണ് ആരെയും. ഞാൻ എനിക്ക് വായക്ക് സാധ്യത കിട്ടില്ല, അധികം മുത്തശ്ശനോട് എന്താ മുത്തശ്ശി അങ്ങനെ ഉണ്ടായില്ല. അതെപ്പോഴും അച്ഛൻ വെച്ചിട്ടൊക്കെ മുറുക്കും അതിന് വേണ്ടിട്ടേ. അപ്പൊ അത് നല്ലൊരു കാര്യല്ലേ വിചാരിച്ചിട്ട് അങ്ങനെ. അവർക്കൊക്കെ തെക്കോട്ടൊക്കെ ഒരു എട്ടങ്ങാടിയുടെ പരിപാടി ഉണ്ട്. നമ്മളോട് അതില്ല, എട്ടങ്ങാടി ഇല്ലല്ലോ. എട്ടങ്ങാടി ഒരു വീഡിയോ ചെയ്തില്ലേ, ചെയ്തു. മുത്തശ്ശിക്ക് അറിയൊക്കെ ചെയ്യാം. പിന്നെ ഈ ഭാഗത്ത് അത് ഇല്ലല്ലോ, ആ ചടങ്ങില്ല. അപ്പൊ മുത്തശ്ശി ഇപ്രാവശ്യം വേണ്ട വിചാരിച്ചതാ. അല്ലെങ്കിൽ വെച്ചാൽ ധാന്യങ്ങളൊക്കെ വറക്കുക, കിഴങ്ങുകളൊക്കെ ചൂടുക, എന്നിട്ട് പിന്നെ ശർക്കര പാവാക്കിയിട്ട് അതിലിട്ട് ഒക്കെ കൂടി കൂട്ടി റെഡിയാക്കുക. പിന്നെ പഴം വേണമെങ്കിൽ നുറുക്കിടുക, പിന്നെ നാളികേരം ചരികിടും. അങ്ങനെ എന്നിട്ട് അത് നേദിക്കണം. അത് ഉറപ്പൊഴിക്കണം എന്നാട്ടോ ചെയ്യേണ്ടത്. എന്നിട്ട് അത് അവിടെ ഉള്ളവർക്കൊക്കെ ആരൊക്കെ വരുന്ന വെച്ചാൽ അവർക്കൊക്കെ കൊടുക്കുക. നേദിച്ച് കഴിഞ്ഞിട്ട് പിന്നെ തിരുവാതിര കളിയുണ്ട്. പാതിരൊക്കെ ഇട്ടിട്ട് പാട്ടും പാടിയ കളിയൊക്കെ ഉണ്ട്. കുളത്തിൽ തുടിക്കാൻ പോണം. തിരുവാതിര തുടങ്ങണേന്റെ കുറേ ദിവസം മുമ്പ് പിന്നെ കാർത്തിക നാളിന് കാക്ക കരിനേനുമ്പോ പോയി കുടിക്കണം എന്നാ പറയാ. പിന്നെ രോഹിണി പെരലെന്താ, രോഹിണി പുലർച്ചയുടെ മുമ്പേ മകീരം. പിന്നെ അതിന് നേർത്തെ തിരുവാതിര പറയും വേണ്ട. തിരുവാതിര അന്ന് 108 തുടിക്കണം എന്നാ പറയാ ഇറങ്ങി. പിന്നെ മലര്, പിന്നെ തൈര് കലക്കുക, ചിലര് മലര് വറുക്കുക. അങ്ങനെ 2 പേരും പറയും ചിലവര്. അതൊക്കെ മുത്തശ്ശി ചെയ്തിട്ടുണ്ട്. അമ്മേ, പണ്ട് നമ്മൾ അവിടുത്തെ വീട്ടിലായിരുന്നപ്പോ ഈ വീടൊക്കെ വെക്കണേന്റെ മുമ്പ് നമ്മള് രാത്രിയെ വരലില്ലേ ഇല്ലത്തേക്ക് തറവാട്ടിക്ക് അന്നൊക്കെ എങ്ങനെയാ വെച്ചാ ഉമ്മർത്തൊരു മാവുണ്ട്. ഉമ്മർത്തൊരു മാവുണ്ട്. ആ മാവുമ്മേ പിന്നെ കയറുകൊണ്ട് ഇങ്ങനെ ഊഞ്ഞാലിട്ട് ആ മുത്തശ്ശന ഉണ്ടാക്കലതൊക്കെ. എന്നിട്ട് മറ്റേ നമ്മളെ പക്ഷിയുടെ മടലൊക്കെ റെഡിയാക്കി തന്നിട്ട് അതാണ് ഇന്നത്തെ കാലത്ത്. പിന്നെ ചാലുവഴി ഒരു വള്ളി ഉണ്ട് ഊഞ്ഞാലിന്. ഒന്നും ഇവിടെ തിരുവാതിര നിൽക്കാൻ പൂച്ച എത്തിയിട്ടുണ്ടല്ലേ മുത്തശ്ശി. ശർക്കരയൊക്കെ കണ്ടിട്ടാവും. അതിന് വിറകണ്ടേ നമുക്ക്. അപ്പൊ തിരുവാതിര തുടങ്ങുന്നതിന് മുമ്പാണ് ദോശയും ഉള്ളി സംബന്ധി ഗോതമ്പ് ദോശ മതി എന്ന് പറയും. രാവിലെ ഇഡ്ഡലി കഴിച്ചു. അപ്പൊ ഇനി എല്ലാവർക്കും ഇനിയിപ്പോ അത് വേണ്ട, ഇഡ്ഡലി ഇരിക്കുന്നുണ്ട്, അത് വേണ്ട. ഇനിയിപ്പോ അത് വേറെ ആർക്കെങ്കിലും കഴിക്കാം. മുൻപിള്ളേർക്ക് കഴിക്കാൻ പറ്റില്ലല്ലോ. കുറച്ച് ഗോതമ്പ് ദോശയും ഉള്ളി സമ്മതി അതിന്റെ മുമ്പേ കഴിക്കുകയാണ്. ഉള്ളിച്ചമ്മന്തി അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് വിറകാൻ അത് കഴിക്കാം. പപ്പടം കാച്ചണം. അപ്പൊ എല്ലാവർക്കും തിരുവാതിര നോക്കണോ, തിരുവാതിര നോക്കാത്തവർക്കും എല്ലാവർക്കും മുത്തശ്ശിയുടെ വക തിരുവാതിര ആശംസകള്. അമ്മ അത് അവിടെ ഗോതമ്പ് ദോശ ഉണ്ടാക്കുകയാണ്. അപ്പൊ ദോശയൊക്കെ ആകുമ്പോൾ ഇതിങ്ങനെ ആക്കി എടുക്കാൻ വിചാരിച്ചിട്ട് ശർക്കര എളുപ്പമുണ്ടല്ലോ ആവാൻ. ശർക്കര ചേർണ്ട് അപ്പൊ ഉരുക്കി എടുക്കാൻ എളുപ്പമുണ്ട്. ശർക്കര ഉരുക്കാൻ വെച്ചതാണ്. ഉരുക്കി തുടങ്ങി. ഉരുക്കിയിട്ട് നമുക്ക് അരിച്ചു കൊടുക്കണം. അപ്പതാ മുത്തശ്ശിയുടെ കൂടെ പറപ്പാവുന്നുണ്ട്. എപ്പോഴും ഉണ്ട് അപ്പതാ. നോക്കൂ, ഇവിടെ നോക്കൂ അങ്ങനെ പറയൂ.
പറയൂ, ഒന്ന് കേക്കട്ടെ, പറയൂ. ഇവിടെ നോക്കൂ, വിരി തുടങ്ങി. എന്നാലും ഇതാ ഉണ്ട് അല്ലേ? അതാണ് സാധനം കാണിക്കണ്ടേ. ആ ഉരുകിയോ? പൊടി നമ്മള് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പറയാനുള്ളത്, നമ്മളിപ്പോ ശിവരാത്രി, തിരുവാതിര ഒക്കെ നമ്മൾ ഉറക്കൊഴിക്കാന്ന് പറയുമല്ലോ. അപ്പൊ ഉറക്കൊഴിക്കണം എന്ന് പറഞ്ഞ ദിവസം നമുക്ക് വേഗം ഉറക്കം വരും. ആ അത് സത്യാണ്. അങ്ങനെ കേട്ടോ. ശരി കേട്ടോ. അത് ഉരുകിയ മുത്തശ്ശിയെ അല്ലെങ്കിൽ അങ്ങനെ 12 മണിയിലൊക്കെ ഇങ്ങനെ ഉറങ്ങാൻ ഇപ്പൊ അരയ്ക്കാൻ വയ്യാട്ടോ. നല്ല സുഖമില്ല. അപ്പൊ പിന്നെ ഒട്ടും പറ്റില്ല. ആയോ മുത്തശ്ശിയെ? ആയി, ഒരുവിധമൊക്കെ ആയി. ചെറിയൊരു കഷ്ണം കൂടി ഉണ്ട്. അമ്മ അന്ന് എനിക്ക് വിരകിയതിൽ കുറച്ച് മധുരം കുറവ് തോന്നി. അമ്മൂന് മധുരം വേണ്ട, പ്രത്യേകിച്ച് മധുരം വേണം. ഏതാ ചെയ്യേണ്ടത്? ഒരു കാര്യം ചെയ്തോളൂ, ആദ്യം പിന്നെ ശർക്കര കുറച്ചുകൂടെ ഒഴിച്ചോളുന്ന. അമ്മ പറയണ മധുരം അധികം ആയാൽ അതിന്റെ ടേസ്റ്റ് ഉണ്ടാവില്ല, വിരകിയതിന്റെ ടേസ്റ്റ് കിട്ടില്ല എന്ന് പറയണ. കുട്ടി ഉറക്കം വരുന്നുണ്ടോ? അതുണ്ടോ? ആ നമ്മളിത് വിരക്കണേന്റെ പൊടി ഒന്ന് കലക്കി വെക്കും. ഇതൊരു വെള്ളം ഊറ്റി കളഞ്ഞിട്ടോ, എന്നിട്ട് ലേശം വെള്ളം ഒഴിച്ച് വെച്ചതാണ്. ഇത് മുത്തശ്ശി ഉണ്ടാക്കിയ ഒറിജിനൽ പൊടി കേട്ടോ. കൊറേ കൂട്ടുകാര് ചോദിച്ചായിരുന്നു പൊടി ഉണ്ടോ. ഞാൻ അങ്ങാടിപ്പുറത്ത് ഞാൻ പറഞ്ഞില്ലേ, പിന്നെ തളിയുടെ അവിടെയാണ് ഇറങ്ങിയത്, ബസ്സിലിറങ്ങിയത്. എന്നിട്ട് പിന്നെ നടന്ന് കടയ്ക്ക് പോരുന്നു. കടയ്ക്ക് പോരാ എന്നുവെച്ചാൽ ഉഴുന്നരിപ്പും അരിയൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് നടന്നു വരിക. അപ്പൊ കുവപ്പൊടി കൊടുക്കാണ്ടോ ചോദിച്ചതിനോട്. അയ്യോ കൊടുക്കാനില്ല, അത് ഞാൻ 10 കിലോ ഒക്കെ വാങ്ങിയിട്ടുണ്ട്, പക്ഷെ പൊടി വിചാരിച്ചാലൊന്നും കിട്ടിയില്ല, അതുകൊണ്ട് കൊടുക്കാൻ മാത്രം ഞങ്ങൾ ആവശ്യത്തിനേ ഉള്ളൂ പറഞ്ഞു. ഇപ്പോഴും 68 എത്ര കിലോന്? 65 വേണ്ടി തരാന്നൊക്കെ പറഞ്ഞു. ഞാൻ ചോദിച്ചപ്പോ നമ്മൾ പണി എടുക്കണനുസരിച്ചൊന്നും ബ്രസീല് മെച്ചം കിട്ടില്ല, സാധനമില്ല. ഏതൊരു പൂച്ച കഴിഞ്ഞു ഈ ദോശ. ചിലവരെന്തൊക്കെ കൂട്ടുകൂട്ടത്ര ഇതിലേ, അതാണ് അവർക്ക് മെച്ചേ. നമ്മള് പിന്നെ അപ്പൊ പറഞ്ഞു, കടയത്താള് പറഞ്ഞു, നിങ്ങളോട് ആൾക്കാർ ചോദിക്കുന്ന എന്താ, നിങ്ങൾ ഒറിജിനൽ സാധനം കൊടുക്കുക, അതുകൊണ്ടാണ് നിങ്ങളോട് ഉണ്ടോ ചോദിക്കുന്നത്. എന്ത് സാധനം നിങ്ങളെ ഏൽപ്പിക്കുന്നത് അതാണാ പറഞ്ഞത്. ശർക്കരയൊക്കെ ഉരുക്കിയിട്ട് അരിച്ചു വെച്ചതാണ്. ഇനി അത് ഇതിക്ക് ഒഴിച്ചു കൊടുക്കട്ടെ. അത് തീ കത്തിക്കട്ടെ, ഗ്യാസ് കെട്ടി. അപ്പൊ നാളികേരം ചിരകി വെച്ചതും കൂടി ഇതിലിട്ട് കൊടുക്കട്ടെ കേട്ടോ. അപ്പൊ ഇനി കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കണം. അടി പിടിക്കും ചെയ്യരുത്, പിന്നെ കുറച്ച് ടേസ്റ്റും കിട്ടും നെയ്യിൻ്റെ. അപ്പൊ എല്ലാവർക്കും നല്ല ഇഷ്ടമാവും. അപ്പൊ ആളോ നെയ്യും കുപ്പിൻ്റെ എടുക്കൂ, ഫ്രിഡ്ജിലുണ്ടാവും. എപ്പൊ നോക്കിയാലും മുത്തശ്ശിക്കൊരു അപ്പതയാണ്. സ്പൂണാണ്. അപ്പൊ നെയ്യ് കിട്ടാൻ അപ്പൊ അതിന്റെ സ്പൂണിന്റെ വാലോണ്ട് അടിക്കണം. അപ്പതയാണ്, എന്ത് പറഞ്ഞാലും അപ്പത. അടുത്തതെന്നുള്ളതിനാണ് പറഞ്ഞു കൊണ്ടിരുന്നത്. അപ്പതാ 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 ആണല്ലേ അമ്മു? എത്ര ഞാൻ 1000 പ്രാവശ്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും. എന്നാലും മുത്തശ്ശി അപ്പതാ അപ്പതാ. ഞാൻ കുറച്ച് ലേറ്റ് ആയി ഇന്ന് എത്താൻ അല്ലേ അമ്മേ? എത്തിയല്ലോ വേഗം. തിരുവാതിരയിട്ട് എത്തിയില്ല വേഗം. നേരത്തെ പോയതാണെങ്കിലും തന്നെ വന്നു. അതെ, ഞാൻ വരണം നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. അമ്മ വരും എനിക്കറിയാം. ഞാനും ദൈവത്തിനോട് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു വരാൻ പറ്റണേ, അവര് ചോദിച്ച സമ്മതം കിട്ടണേ, അതെ. കിട്ടണേ. അപ്പതെന്താ? അപ്പൊ അമ്മ പറയുന്നോ അല്ല, അപ്പതെന്താന്ന് കുഴപ്പമില്ല. മുത്തശ്ശി അതല്ല, മുത്തശ്ശി അപ്പതാ അപ്പതാ. പഴം പുറത്ത് വെച്ചു. മറ്റേ DJ ഒക്കെ മുത്തശ്ശിയുടെ അപ്പതാ. ഒരു പഴം പുറത്ത് വെച്ചില്ലേ? സൂചിക്കനൊക്കെ പഴം നോക്കട്ടോ ഞാന്. നല്ല ടേസ്റ്റ് കിട്ടും. പഴം മുറുക്കി. ചിലർക്ക് അമ്മേ പഴം ഇടുന്ന ഇഷ്ടമല്ല അത്ര. നമ്മളൊരു ദിവസം പഴം ഇട്ടിട്ടുണ്ടാക്കിയില്ലേ? അപ്പൊ പക്ഷെ ആദ്യം നമ്മ പഴട്ടായിരുന്നില്ലേ? ഒന്നും ഇടാറില്ല. പിന്നെ ചിലര് പറഞ്ഞു എവിടെയും കിട്ടുമ്പോ നല്ല ടേസ്റ്റ് പഴം. അമ്മ തന്നെ പഠിപ്പിച്ചത് പഴം. അതെ, നല്ല സ്വാദാണതേ. നെയ്യും കൂടെ പഴത്തിന്റെയും. അതെ, അതൊരു പ്രത്യേക സ്വാദാണ്. ഇപ്പൊ അപ്പം ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ അല്ലേ? അതെ.
അപ്പു അമ്മു പൊന്നും ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ രസമായിരുന്നു. കത്തിച്ചു കൊടുക്കാം. ആ എന്നാ കത്തിക്കാം മുത്തശ്ശി. മുത്തശ്ശി ഇത് എത്ര സമയം എടുക്കും? അധികം സമയം വേണ്ട അമ്മു. എന്നാലും ഏകദേശം 10 മിനിറ്റ് തന്നെ വരില്ല. എന്നുവെച്ചാല് ശർക്കര കുരുക്കിയല്ലേ, ആ ശരി. ആവാൻ എളുപ്പമാണ്. തിരുവാതിര കുളിക്കാൻ പോണെങ്കിൽ തോട്ടിലടക്കാൻ വെള്ളമില്ല. എല്ലാ വെള്ളം തന്നെ നാറിയിട്ട് നിൽക്കാൻ വയ്യ. വേസ്റ്റിന്റെ ഒക്കെ വന്നിട്ട്. ആ അതെ അതെ. കളറ് കണ്ട നല്ല നീല കളറ് വെള്ളാണ്. പക്ഷെ അത് വരുമ്പോഴേ ആ പാർട്ടി കഴിഞ്ഞ വന്നില്ലേ, അപ്പൊ എന്താ സ്മെല്ല് അവിടുത്തെ ചീത്ത ഒരിത്. ഞാനും ആദ്യം വിചാരിച്ചു എവിടുന്നൊക്കെ ഇങ്ങനെ നാറ്റം നോക്കുമ്പോ തോട്ടുന്ന. ഞാൻ ആദ്യം നടന്നു പോയി. ഇടയ്ക്ക് നടക്കാറുണ്ട് റോഡിന്റെ ഒക്കത്തിൽ കൂടിയൊക്കെ. എപ്പോഴും ഓട്ടോന്ന് ഞാൻ കാത്തിക്കില്ല. ഇടയ്ക്ക് നടക്കുന്നത് നല്ലതല്ലേ വിചാരിച്ചിട്ട് 10-15 മിനിറ്റോളം നടക്കും. അപ്പോൾ തോട്ടിന്ന് വരുന്ന നാറ്റാണത്. ഈ വെള്ളത്തിൻ്റെ വേസ്റ്റുകളൊക്കെ വന്ന് വെള്ളമൊക്കെ റെഡി ആവണമെങ്കിൽ നല്ല മഴ പെയ്യന്നെ വേണം. എന്നിട്ടേ തോട്ടിലൊക്കെ കുളിക്കാൻ വരും. അല്ലെങ്കിൽ നമുക്കിപ്പോ പിന്നെ നമ്മളെ കിണറ്റത്തെ വെള്ളം തേങ്ങത്തെ അതൊക്കെ. പിന്നെ നമ്മള് തോട്ടിലൊന്നും പോയി അല്ലെങ്കിലും കുളിക്കലൊന്നും ഇല്ല. ഞാനൊക്കെ എത്ര തോട്ട് കുളിച്ചിട്ടുണ്ട്. ഇവിടെ ആ ആരൊക്കെ ആദ്യം കുളിക്കാൻ പോകലുണ്ട് ഇവിടെ. അടുത്തുള്ളവരൊക്കെ അപ്പൊ ഇല്ലാത്ത കുളത്തിലല്ലേ? അല്ലല്ല, പിന്നെ അടുത്തുള്ളവരൊക്കെ വരാറുണ്ട് അങ്ങനെ നേരത്തെ കുളിക്കാൻ പോവാനേ. എന്താ തണുപ്പ് അല്ലേ അമ്മ? ഇപ്പൊ 2 ദിവസമായി തണുപ്പ് കുറവാണ്. ആ റെഡി റെഡി റെഡി. ഇപ്പൊ തന്നെ ഉഷാറായനെ. അപ്പൊ അതൊക്കെ റെഡിയായി. ഗ്യാസ് നിർത്തുകയായി. 10 മിനിറ്റ് ഒന്നും എടുത്തില്ലല്ലോ മുത്തശ്ശി? മിനിറ്റ് ഒന്നും ഇല്ല. അപ്പൊ ഞാൻ കട ഇടാം. ഇത് റെഡിയായി. പിന്നെ പേര് പറയാൻ പാടില്ല. തിരുവാതിരയുടെ ഒന്നാന്നാ പറയാ. അതോ വിരഗീത എന്ന് പറയാ. ഇപ്പൊ നമ്മള് രാത്രി വിശേഷങ്ങൾ ഇത്രയൊക്കെയാണ്. ഇനി പപ്പടം കൂട്ടിയിട്ടൊക്കെ അത് കഴിക്കുക. പപ്പടം കൂട്ടി കഴിക്കുക. ടേസ്റ്റ് എത്രത്തോളം ഉണ്ടെന്നൊക്കെ പറയാം. അപ്പൊ എന്നൊരു ബായ് കൊടുത്തോളൂ മുത്തശ്ശി. ആ ഒരു ബായ് കൊടുത്തോളൂ. ബൈ ബൈ. കഴിക്കണത് നമുക്ക് ഷോർട്സ് ആയിട്ട് ഇടാം അല്ലേ? അതെ ആയിക്കോട്ടെ ആയിക്കോട്ടെ. എല്ലാരോടും നാളെ ഇതേപോലെ ഇന്നിപ്പോ ഈ നാളത്തെ തിരുവാതിരയുടെ കാര്യങ്ങളൊക്കെ നിങ്ങൾ കാണണേ മക്കളെ. കാണാതിരിക്കരുത് കേട്ടോ. മുത്തശ്ശി എന്തൊക്കെയാ ചെയ്യണത് തിരുവാതിരയായിട്ട്. എവിടെ അല്ല മുത്തശ്ശി നാളെ വിറകൂ? നാളെ വിരകണ്ട. നാളെ നമുക്ക് ഉറപ്പൊഴിക്കണേ വിരകുള്ളൂ. പുഴുക്കുണ്ടാക്കണ്ടേ നാളെ? ആ അതെ അതെ അതെ. പിന്നെ ഗോതമ്പറവ ഉപ്മാവേ കഴിക്കാൻ പാടില്ല. അല്ലെങ്കിൽ ദോശ, പിന്നെ ഗോതമ്പ് ദോശയോ അരിയുടെ ഒന്നും ഉപയോഗിക്കില്ല. ആയിക്കോട്ടെ. എന്നാ പിന്നെ നാളെ കാണാം. അപ്പൊ നാളെ കാണാം. ബൈ ബൈ.